ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ പേര് ഓട്ടറപ്പം എന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ നിറയെ മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തേങ്ങയുടെ പകുതി മുറി, പിന്നെ കുറച്ച് കരിപ്പട്ടി. ഇത്രയാണ് ഞാൻ ഇൻഗ്രീഡിയൻസായി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദാ മാവ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് അതോടൊപ്പം തന്നെ ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിച്ച് ഇത് നമുക്കൊരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ, ലൂസും അല്ല തിക്കും അല്ല, ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ബാറ്റർ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കരിപ്പെട്ടിയും തേങ്ങയും കൂടെ രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതും കൂടെ ഇപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശ തവയാണ് എടുത്തിട്ടുള്ളത്. തവ ഞാൻ അടുപ്പിൽ വച്ചിട്ടുണ്ട്. ഇത് നല്ലോണം, അതായത് ദോശക്കല്ല് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. എണ്ണയും തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒരു 1.5 സ്പൂണ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ദോശ പരത്തുന്നത് പോലെ തന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു പകുതി ഭാഗം വേവാൻ തുടങ്ങുന്ന സമയത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടിയുടെയും തേങ്ങയുടെയും മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ മാവ് അതും ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കുക. കാരണം ആ ഫില്ലിങ്സ് മറയ്ക്കും വിധം നമ്മൾ ഈ മാവ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചെടുക്കണം. എന്നിട്ട് ഇതും നല്ല രീതിക്കൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഒരു പാതി വേവ് മതിയായിരിക്കും. ആ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ്സ് കൂടി ഇതിൻ്റെ മറുവശം കൂടി വേവും വരെ ഇത് നമുക്ക് തവയിൽ തന്നെ വച്ച് ചൂടാക്കിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ നമ്മുടെ ഓട്ടറപ്പം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.